ലഹരിയുടെ ഉപയോഗം കൊണ്ട് നമുക്കുണ്ടാകുന്ന ഭവിഷ്യത്തുകളും മേലാൽ ഇത്തരം കാര്യങ്ങളിൽ നമ്മൾ ഇടപെടില്ല, ചെയ്യുന്ന കുട്ടികളെ പിന്തിരിപ്പിക്കും എന്നുള്ളൊരു പ്രതിജ്ഞയും ഒക്കെ ഇന്ന് നടത്തുന്നുണ്ട്. സമൂഹത്തിനെ നാശത്തിലേക്ക് നയിക്കുന്ന ലഹരി മരുന്നുകൾ ജീവിതത്തിൽ നിന്ന് തുടച്ചു നീക്കുക എന്ന ലക്ഷ്യവുമായി ലോകരാജ്യങ്ങൾ ഇന്ന് ലഹരി വിരുദ്ധ ദിനം ആചരിക്കുകയാണ്. മയക്കുമരുന്നിന്റെ ഉപയോഗത്തിനും അനധികൃത കടത്തിനും എതിരായ സന്ദേശം പ്രചരിപ്പിക്കുന്നതിനായാണ് ഈ ദിനം ആചരിക്കുന്നത്. 1987 ഡിസംബർ മുതലാണ് ഐക്യരാഷ്ട്രസഭ ലോക ലഹരി വിരുദ്ധ ദിനം ആചരിച്ചു തുടങ്ങിയത്. മയക്കുമരുന്ന് ഉപയോഗം ക്യാമ്പസുകളിലും സ്കൂളുകളിലും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് ഓരോ വർഷവുമുള്ള കണക്കുകൾ സൂചിപ്പിക്കുന്നത്. യുവതലമുറയാണ് ഇന്ന് ഏറ്റവും കൂടുതൽ ലഹരി പദാർത്ഥങ്ങൾക്കും മയക്കുമരുന്നുകൾക്കും അടിമകളാകുന്നത്. മയക്കുമരുന്നിൽ നിന്ന് പൂർണ്ണമായും അകന്നു നിൽക്കാനും ഉത്തരവാദിത്തത്തോടെ ജീവിക്കാൻ കുട്ടികളെ പ്രാപ്തരാക്കുക എന്നതും ആണ് ഈ ക്യാമ്പയിന്റെ ലക്ഷ്യം. ഈ വർഷത്തെ ലഹരി വിരുദ്ധ ദിന സന്ദേശം The evidence is clear. Invest in prevention. ഈ വർഷത്തെ ലഹരി വിരുദ്ധ സന്ദേശം ഒരിക്കൽ കൂടി പറയാം. The evidence is clear. Invest in prevention. നമ്മുടെ സ്കൂളിലും ഇന്ന് ലഹരി വിരുദ്ധ ദിനമായി നമ്മൾ ആചരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായാണ് നിങ്ങളെ ഈ രീതിയിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഈ ചടങ്ങ് എന്നത്തെയും പോലെ തന്നെ പ്രാർത്ഥനയോടെ ആരംഭിക്കാം. സർവജഗത്തും നിറഞ്ഞിരിക്കുന്നൊര സർവചരാചര ചൈതന്യമേ, നിത്യവുമെൻ മനതാരിൽ വിളങ്ങുവാൻ നിത്യനിരാമയ കൈതൊഴുന്നേ, നിത്യനിരാമയ കൈതൊഴുന്നേ. Memory and your self-respect and everything that you goes along with your self-esteem. I repeat, ലഹരി സമൂഹത്തെ നഷ്ടപ്പെടുത്തുന്നു. നിങ്ങളുടെ ആരോഗ്യവും ആത്മാഭിമാനവും നിങ്ങളെ എന്ന വ്യക്തിയെ തന്നെ ഇല്ലാതാക്കുന്നു. നന്ദി, നമസ്കാരം. 9th സിയിൽ പഠിക്കുന്ന ജസ്വിൻ ജോഷിക്ക് നിർമ്മലയുടെ ജന്മദിനാശംസകൾ. Happy birthday to you. Happy birthday to you. Happy birthday to dear friend. Happy birthday to you. ഇന്നത്തെ ഈ ചടങ്ങ് നമുക്ക് ഔദ്യോഗികമായി ആരംഭിക്കാം. നമ്മുടെ രാജ്യത്ത് പ്രത്യേകിച്ച് യുവാക്കൾക്കിടയിൽ മയക്കുമരുന്ന് ദുരുപയോഗം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഇത് ആശങ്കാജനകമാണ്. മയക്കുമരുന്ന് ദുരുപയോഗം തടയുവാൻ സഹകരിക്കുമെന്ന് ഞങ്ങൾ പ്രതിജ്ഞ ചെയ്യുന്നു. ഒരു കാരണവശാലും ഹാനികരമോ നിയമവിരുദ്ധമോ ആയ മയക്കുമരുന്നുകളൊന്നും ഞങ്ങൾ ഉപയോഗിക്കില്ലെന്ന് ഞങ്ങൾ പ്രതിജ്ഞ ചെയ്യുന്നു. ഓരോ വ്യക്തിയും, പ്രത്യേകിച്ച് യുവാക്കളെ,
ബോധവൽക്കരണത്തിലൂടെ മയക്കുമരുന്ന് ദുരുപയോഗത്തിൻ്റെ ദൂഷ്യഫലങ്ങളെക്കുറിച്ച് ഞങ്ങൾ സമൂഹത്തിൽ അവബോധം സൃഷ്ടിക്കും. ഇതിലൂടെ ഇന്ത്യയിലെ യുവാക്കൾക്ക് മയക്കുമരുന്ന് വിമുക്തമായി ജീവിക്കാനും അവർക്ക് സമൂഹത്തിലെ സർഗാത്മകവും പ്രധാനപ്പെട്ടതുമായ അംഗങ്ങളാകാനും കഴിയും. മയക്കുമരുന്നിൽ നിന്ന് അകന്ന് ആരോഗ്യകരമായൊരു ജീവിതം നയിക്കുമെന്ന് നമ്മൾ പ്രതിജ്ഞ ചെയ്യുന്നു. നമ്മളെടുത്ത പ്രതിജ്ഞ ജീവിതത്തിൽ നമ്മൾ എന്നും പ്രാവർത്തികമാക്കും എന്ന ഉറച്ച തീരുമാനത്തോടുകൂടി മുദ്രാവാക്യം പറയുന്നതിനായി നമ്മുടെ രാഹുലിനെ ക്ഷണിക്കുന്നു. എല്ലാവരും മുദ്രാവാക്യം വളരെ ഉച്ചത്തിൽ ഉറക്കെ തന്നെ എനർജറ്റിക്കായി എല്ലാവരും അത് ഏറ്റുപറയേണ്ടതാണ്. കൈകൾ കോർത്തു പിടിച്ച് കൈകൾ ഉയർത്തിപ്പിടിക്കുകയും വേണം മുദ്രാവാക്യം പറയുന്ന സമയത്ത്. രാഹുൽ. അരുതേ അരുതേ ചെയ്യരുതേ, അരുതാത്തത് നാം ചെയ്യരുതേ, മദ്യം മോന്തി നടക്കരുതേ, മത്ത് പിടിച്ചു നശിക്കരുതേ, പുകയും വേണ്ട കുടിയും വേണ്ട, ഉണരാം ഉയരാം ലഹരിക്കെതിരെ, ലഹരിരഹിത ജീവിതം നിത്യഹരിത ജീവിതം, ലഹരിരഹിത ജീവിതം ലഹരി ഒറ്റക്കെട്ടായി പൊരുതാം, കൈകൾ കോർത്തു പിടിക്കാം.
വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. എപ്പോൾ വിളിച്ചാലും നമ്മോടൊപ്പം എത്തിച്ചേരുന്ന നമ്മുടെ PTA പ്രസിഡന്റ് ശ്രീ ഹസനാർ സാറിനും NPTA പ്രസിഡന്റ് ശ്രീമതി മേഴ്സി വർഗീസിനും ഒപ്പം നമ്മുടെ സ്നേഹനിധിയായ ഇങ്ങനെ നമുക്കൊരു അവസരം ഒരുക്കി തന്ന നമ്മുടെ പ്രധാന അധ്യാപിക ശ്രീമതി റീത്ത ടീച്ചറെയും ഒപ്പം തന്നെ സ്വാഗതം ചെയ്യുന്നു. എല്ലാവരും ക്ലാസ് കേൾക്കാനായി തയ്യാറായിരിക്കാം. ഐ ഇൻവൈറ്റ് ഭുവനേശ്വർ സർ, സബ് ഇൻസ്പെക്ടർ ഓഫ് കേരള പോലീസ് അക്കാദമി, ഫോർ ഡെലിവറിംഗ് ദിസ് സ്പീച്ച്. പറയൂ നിയമം എങ്ങനെ ഉണ്ടാവുന്നു? ആരെങ്കിലും ഉണ്ടാക്കാൻ ഇപ്പൊ ഞാനോ അല്ലെങ്കിൽ പോലീസുകാരോ അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാരോ ആണോ നിയമം ഉണ്ടാക്കുന്നത്? അറിയുന്ന കാര്യം പറയാം. 8 9 പഠിച്ച 9 10 നിയമസഭ കേട്ടുണ്ടോ? നിയമസഭ നമ്മൾക്ക് 140 മറ്റേ നമ്മുടെ ടീച്ചേഴ്സിന്റെ ലിസ്റ്റിലായിക്കോട്ടെ, ഏത് ലിസ്റ്റിലായിക്കോട്ടെ പെൺകുട്ടികൾ മുന്നിലേക്ക് വരണ്ടേ. അപ്പൊ എന്ത് ചെയ്യണം? വീട്ടിൽ പോയത് പഠിക്കണം. ഓക്കെ, പഠിക്കാൻ പറ്റുമോ? ക്ലാസ്സിൽ നിന്ന് നമ്മുടെ മക്കൾക്ക് എന്താ മനസ്സിലായത്? ഉപയോഗിക്കാൻ പാടില്ല, ഉപയോഗിച്ചാൽ എന്തുണ്ടാവും? നമ്മളിവിടെ കുറെ കണ്ടുല്ലേ. നമ്മൾ ഇന്ന് ഓരോ മക്കളും നമ്മുടെ മനസ്സിൽ ഒരു പ്രതിജ്ഞ എടുക്കണം. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഈ ഇത്തരത്തിലുള്ള ലഹരികൾ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഉപയോഗിക്കില്ല. എത്ര പേർക്ക് പറ്റും? ഞാൻ ഇന്ന് 50 വയസ്സുള്ള ഒരു വ്യക്തിയാണ്, 3 കുട്ടികളുടെ അച്ഛനാണ്. എൻ്റെ ജീവിതത്തിൽ ഇതുവരെ ഒരു ദിവസം പോലും ഇത്തരത്തിലുള്ള പുകവലിയോ മദ്യപാനമോ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. ഇതിന്റെ ടേസ്റ്റ് എനിക്ക് അറിയില്ല. ഞാൻ ഉറക്കെ പ്രഖ്യാപിച്ച് പറയുന്നു, ഇതുവരെ ഉണ്ടായിട്ടില്ല. അതുപോലെ നിങ്ങൾക്കും പറയാൻ കഴിയണം. ഞാൻ അങ്ങനെ ഒരു പ്രതിജ്ഞ എടുത്തത് എൻ്റെ അച്ഛൻ മദ്യപിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. ഒത്തിരി ദിനാചരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായുള്ള ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ്സാണ് ഇപ്പോൾ നടന്നത്. ലഹരിയുടെ ദൂഷ്യഫലങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നതിനായി ഇവിടെ എത്തിച്ചേർന്ന സുദീർഘവും ആകർഷകവും ലളിതവുമായ രീതിയിൽ ക്ലാസ് നയിച്ച കേരള പോലീസ് അക്കാദമിയിലെ സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ശ്രീ ഭുവനേശ്വർ സാറിന് ഈ അവസരത്തിൽ നിർമ്മലയുടെ നന്ദി രേഖപ്പെടുത്തുന്നു. ഏതൊരാവശ്യത്തിനും വിളിച്ചാൽ ഓടിയെത്തുന്ന PTA പ്രസിഡന്റ് ശ്രീ ഹസനാർ സർ, MTA പ്രസിഡന്റ് ശ്രീമതി മേഴ്സി മാം, നമ്മുടെ ഹെഡ് സിസ്റ്റർ ശ്രീമതി റീത്ത ടീച്ചർ, സ്വാഗതം പറഞ്ഞ സിന്ധു ടീച്ചർ, ഫ്ലാഷ് മൂഡ് മനോഹരമാക്കാൻ പ്രയത്നിച്ച ശ്രീമതി ഗ്ലാഡിസ്, മറ്റ് അധ്യാപകർ, അനധ്യാപകർ എന്നിവർക്കും ഒറ്റവാക്കിൽ നന്ദി രേഖപ്പെടുത്തുന്നു.